സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷാ മര്യാദകൾ അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാം. അതായത് ഇതൊരു 111ാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ 110 ചാപ്റ്ററുകൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ, ഏതൊക്കെയാണ് ചാപ്റ്റർ എന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോയാൽ അതിൻ്റെ ലിങ്ക്, ഫേസ്ബുക്കിൽ എല്ലാത്തിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അവിടെ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷാ മര്യാദകൾ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, അതായത് വളരെ നർമ്മമായൊരു ഭാഷയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോഴും നമ്മൾ ആ ഒരു കൾച്ചർ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ചില മര്യാദകളുണ്ട്, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചില മര്യാദകളുണ്ട്, ഇംഗ്ലീഷ് ഭാഷയോട് ഒരു സംസ്കാരവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആ ഭാഷ സംസാരിക്കുന്നതിന് എഫക്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഇംഗ്ലീഷ് ഭാഷാ മര്യാദകൾ ഏതൊക്കെയാണ്. അത്യാവശ്യമായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്, നമ്മൾ പ്ലീസ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കുക. എനിക്കറിയാം നിങ്ങൾ ആരും ഇതൊരു ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചിന്തിക്കരുത്. നമ്മൾ പലപ്പോഴും മലയാളികൾ നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് പ്ലീസ് എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, നിങ്ങൾക്ക് ഒരു ടിക്കറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ഒരു ടിക്കറ്റ് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് പറയും, ടിക്കറ്റ് എന്ന് പറഞ്ഞ് എറണാകുളം കോട്ടയം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ട ഒന്നാണ് ടിക്കറ്റ് പ്ലീസ് എന്നുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്ലീസ് ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ മര്യാദയുള്ളൊരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീസ് പറയാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ ഇച്ചിരും കൂടെ പൊളൈറ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് കുഡ് യു പ്ലീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് വളരെ മര്യാദയായിട്ട് പറയുന്ന ഒന്നാണ് കുഡ് യു പ്ലീസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മറ്റൊരാൾ ചോദിക്കുകയാണ്, കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ, ആ വാതിൽ ഒന്ന് തുറക്കാവും, കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, കുഡിനെ പറ്റി, കുഡ് യു പ്ലീസിനെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചാണ്, മുമ്പുള്ള ചാപ്റ്ററുകൾ പഠിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊന്നാണ് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊന്നാണ് താങ്ക് യു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും താങ്ക് യു പറയണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഉപകാരം ചെയ്തില്ല എങ്കിൽ പോലും. ഉദാഹരണം പറയാൻ, ഞാൻ മുമ്പേ പറഞ്ഞ ആ സെയിം എക്സാമ്പിൾ എടുക്കുകയാണ്. അതായത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോകുന്നു, ടിക്കറ്റ് വാങ്ങിക്കുന്നു, ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ എന്തെങ്കിലും ഓക്കെ, നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പൈസ കൊടുത്തു, എനിക്ക് ടിക്കറ്റ് കിട്ടി, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ താങ്ക് യു പറയേണ്ട കാര്യമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു 10,000 രൂപ തരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് താങ്ക് യു പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ മാത്രമല്ല നമ്മൾ താങ്ക് യു പറയേണ്ടത്. നമുക്ക് താങ്ക് യു നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്താൽ മാത്രമല്ല പറയേണ്ടത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ മറന്നുപോകുന്ന, മലയാളികൾ വളരെയധികം മറന്നു പോകുന്ന ഒന്നാണ് താങ്ക് യു എന്നുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കാര്യമാണ്, നമ്മൾ മറന്നു പോകുന്ന മറ്റു 2 കാര്യങ്ങളാണ്. ഒന്ന് സോറി എന്നുള്ളത്. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷമ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സോറി പറയുക, അല്ലെങ്കിൽ ഐ ആം സോറി. ഇപ്പോഴും നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെ മീറ്റിങ്ങിനിടയിൽ സംസാരിക്കുന്നു, നമ്മൾ എന്തൊരു സന്ദർഭം വന്നാലും നമ്മൾ ഒരാളെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് നമുക്ക് തോന്നുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ സോറി പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പിന്നെ മറ്റൊന്നാണ്, ഇപ്പോൾ ഒരാൾ 2 പേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കയറി പറയണമെങ്കിലും നമുക്ക് പറയാവുന്ന ഒന്നാണ് എക്സ്ക്യൂസ് മീ. അപ്പോഴത് നമ്മൾ മറന്നുപോകും. മറ്റൊന്ന്, നമുക്ക് മറ്റൊരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സ്ഥലത്ത്, അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് ചെല്ലുകയാണ്, ഒരു എയർപോർട്ടിൽ ചെല്ലുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ. അപ്പോഴും നിങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട് വാഷ്റൂം എവിടെയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടോയ്ലറ്റ് എന്ന് പറയും, അതിന് നല്ലൊരു വാക്ക് വാഷ്റൂമാണ്. ഞാൻ മുമ്പുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും, എക്സ്ക്യൂസ് മീ വേർ ഇസ് വാഷ്റൂം. അല്ലെങ്കിൽ നമ്മളൊരാളോട് 2 പേര് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ കയറി നമുക്ക് സംസാരിക്കണമെന്ന്, അതൊരു നല്ലൊരു ഒരു മാനേഴ്സ് ഒന്നുമല്ല ഇടയിൽ കയറി സംസാരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് പറയേണ്ടതാണ്, എക്സ്ക്യൂസ് മീ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം, നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ മറന്നു പോകും. ഒരാളെ കാണുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഗുഡ് മോർണിംഗ്, അത് സമയത്തിനനുസരിച്ച്, അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് മറ്റൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സമയത്തിനനുസരിച്ച് നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്നുള്ളത് നമ്മൾ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മൂന്നും ഗ്രീറ്റിങ്സ് ആണ്. ഗുഡ് നൈറ്റ് എന്നുള്ളത് ഗ്രീറ്റിംഗ് അല്ല, പോകുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത്രയും പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ മറ്റൊരാൾ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അയാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു, എക്സ്ക്യൂസ് മീ, വേർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ പ്ലീസ്, അവിടെ പ്ലീസ് ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരെ പോവുക, ഈ വഴിയെ നേരെ പോവുക. അപ്പോഴെന്ത് പറഞ്ഞു, ഗോ സ്ട്രേറ്റ് ദിസ് വേ എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നമുക്കെന്ത് പറയാം, താങ്ക് യു വെരി മച്ച്, അല്ലെങ്കിൽ താങ്ക് യു പറയാം, ഇച്ചിരുണെന്നാണ് താങ്ക് യു വെരി മച്ച്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു യു ആർ വെൽക്കം, അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറയാം, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇതൊക്കെ പറയാവുന്നതാണ്. കാരണം ആ കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ദാറ്റ് ഈസ് ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ഇപ്പോൾ മറ്റു ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാളോട് രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന ഒന്നാണ് ഹൗ ആർ യു. വളരെ കോമൺ ആയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് അതിന് ഉത്തരം പ്രതീക്ഷിക്കുന്നു അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഹൗ ആർ യു എന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്, ഐ എം ഫൈൻ അല്ലെങ്കിൽ ഐ എം ഗുഡ് എന്ന് നമുക്കറിയാം. ഐ എം ഫൈൻ, താങ്ക് യു ആൻഡ് യു എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതാണ് അദ്ദേഹത്തിനോട്. കാരണം താങ്ക് യു എന്തിനു പറയണമെന്നുള്ളത് നമ്മൾ മുമ്പിൽ പറഞ്ഞു. ഇനി അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം, ആൻഡ് യു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ട അത്യാവശ്യമാണ്. ഇനി നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കാം. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പോയാൽ, നമ്മൾ എന്തിനേലും പോയാൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്നായിരുന്നു, അദ്ദേഹം അപ്പുറത്തേക്ക് പോയി തിരിച്ചു വന്നാൽ നമ്മൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്ഥലം കൊടുക്കുക, ആഫ്റ്റർ യു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരാളോട് വന്നു, നമ്മൾ ക്യൂവിലേക്ക് വരാൻ വേണ്ടി വന്നു, അപ്പോഴൊരു സ്ത്രീ ഒരു കൊച്ചിനായിട്ട് വന്നു, അപ്പോൾ നമ്മൾ എന്ത് പറയും, ആഫ്റ്റർ യു. ആഫ്റ്റർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശേഷം ഞാൻ നിന്നോളാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇംഗ്ലീഷ് ഭാഷാ മര്യാദയാണ്. കാരണം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി വളരെ അത്യാവശ്യമായിട്ട് മറ്റൊരു കാര്യമാണ് കവർ യുവർ മൗത്ത്. നിങ്ങളുടെ മുഖം മറക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ മറക്കേണ്ടത്? ഉദാഹരണം, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എനിക്ക് തുമ്മൽ വന്നു, ഇപ്പോൾ തൂവാലെടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ചുമ വന്നു, എങ്കിൽ എങ്ങനെ ചെയ്യാം? പലരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം അതിനുശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തിന് ക്ഷയിക്കാൻ കൊടുക്കണമെങ്കിലോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊരു അസ്വസ്ഥത വന്നു, തുമ്മൽ വന്നു, അല്ലെങ്കിൽ ചുമ വന്നുവെങ്കിൽ ഇങ്ങനെ വെച്ച് നമ്മുടെ ഇവിടെ വെച്ച് നമ്മൾ ചുമക്കേണ്ടതാണ്, അല്ലെങ്കിൽ തുമ്മേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ പല സുഹൃത്തുക്കളും നിങ്ങൾ സ്പ്രേ ഉപയോഗിക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കണം. കാരണം അത് വിദേശികൾക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. അതൊരു ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു മര്യാദയായിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കറിയാം പലരും അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഏതുതരം സ്പ്രേ ഉപയോഗിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്പ്രേ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വളരെയധികം വിദേശികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം. അപ്പോൾ വിയർപ്പിൻ്റെ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുർഗന്ധമായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ സ്പ്രേ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം, എങ്ങനെയുള്ള സ്പ്രേ ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള, ഒന്നൊന്നോ വളരെ കട്ടി കൂടിയ സ്പ്രേ ഉണ്ട്, കട്ടി കുറഞ്ഞ സ്പ്രേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, ആണുങ്ങൾ ശകലം കട്ടി കുറഞ്ഞ സ്പ്രേ ആണ് ഉപയോഗിക്കേണ്ടത്. ഭയങ്കരമായിട്ട് മണമുള്ള സ്പ്രേ ഉപയോഗിക്കരുത്. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ത് സ്പ്രേ വേണമെന്ന് ഉപയോഗിക്കാം. പക്ഷേ ആണുങ്ങൾ കട്ടി കുറഞ്ഞ സ്പ്രേ മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി മറ്റൊരു മര്യാദയാണ് ഹോൾഡ് ദ ഡോർ. അതെന്താണ്? നിങ്ങൾ ഒരു ഡോറിലൂടെ കടന്നു പോവുകയാണ്, അടയുന്ന ഡോറാണ് എങ്കിൽ നിങ്ങൾ കടന്നതിന് ശേഷം തീർച്ചയായിട്ടും ആ ഡോർ ഓപ്പൺ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ പുറകിൽ വന്ന ആൾ കയറും, അദ്ദേഹം ഓപ്പൺ ചെയ്ത് പഠിക്കും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് മറക്കാതിരിക്കുക.
ഇനി മറ്റൊരു കാര്യം, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, അല്ലെങ്കിൽ മലയാളികൾക്ക് നമ്മൾക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്കിതിനെപ്പറ്റി വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഒന്നാണ് പേഴ്സണൽ സ്പേസ്. വിദേശികൾക്ക് വളരെ, നമ്മൾ ഇംഗ്ലീഷുകാരോട് സംസാരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പേഴ്സണൽ സ്പേസ്. അതായത് കീപ്പ് എ ഡിസ്റ്റൻസ്. നമ്മൾ ഒരു കൈയുടെ നീളത്തിൽ, ഇത്രയും നീളത്തിൽ മാറി നിന്ന് മാത്രമേ സംസാരിക്കാവുള്ളൂ. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം അവർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്. അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.